സീബ്ര ലൈനുകളിലൂടെ റോഡ് മുറിച്ചു കടക്കുന്ന യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി നിയമലംഘനങ്ങൾ തുടർക്കഥയാവുകയാണ്. ഹൈക്കോടതി ഉത്തരവിറങ്ങിയ ശേഷവും സംസ്ഥാനത്തെ അപകട മരണങ്ങളുടെ എണ്ണത്തിൽ കുറവുകളില്ല. സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്ന യാത്രക്കാരെ പരിഗണിക്കാതെ അതിവേഗത്തിൽ പോകുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ന്യൂസ് മലയാളം സ്പെഷ്യൽ സ്റ്റോറി. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കാൽനട യാത്രക്കാർ സീബ്ര ലൈനിലൂടെ മുറിച്ചു കിടക്കുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നതായി ഹൈക്കോടതി നിരീക്ഷിച്ചത്. അതിനാൽ നടപടി കർശനമാക്കാനും ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഈ ഉത്തരവ് പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്ന യാത്രക്കാരെ പരിഗണിക്കാതെ ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് 2025 നവംബർ 27. എന്നാൽ ഇപ്പോഴും വലിയൊരു വിഭാഗം ഡ്രൈവർമാർ ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകുന്നില്ല. ഇതിന് ഉദാഹരണമാണ് ഉത്തരവിന് ശേഷവും സംസ്ഥാനത്തുണ്ടായ അപകടങ്ങളും മരണങ്ങളും. ജനുവരി 15 കോഴിക്കോട് മാനാഞ്ചിറയിൽ സീബ്ര ലൈൻ മുറിച്ച് കടക്കുകയായിരുന്ന എടച്ചേരിത്താനം സ്വദേശി ദേവദാസൻ ബസ്സിടിച്ച് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് താമരശ്ശേരിയിൽ അമിത വേഗതയിലെത്തിയ മിനി ലോറി സീബ്ര ലൈനിൽ വെച്ച് ഹോംഗാർഡിനെ ഇടിച്ചു തെറിപ്പിച്ചത്. സെപ്റ്റംബർ 25 കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് സമീപം സീബ്ര ലൈനിൽ വെച്ച് കാർ ഇടിച്ചു തെറിപ്പിച്ച ഉള്ളിയേരി സ്വദേശി വി ഗോപാലന്റെ മരണം. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് കുറ്റ്യാടി ബസ് സ്റ്റാൻഡിന് മുൻവശം സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന യുവതിയെയും കുട്ടിയെയും സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ചത്. മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കാതെ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് അപകടത്തിൽ മരിച്ച ദേവദാസന്റെ മകൻ പറയുന്നു. എന്തായാലും കേസ് തന്നെയാണ്. ലൈസൻസ് റദ്ദ് ചെയ്യും. 3 വർഷം വരെ കഠിന തടവ് കിട്ടാനുള്ള ശിക്ഷയാണെന്ന് പറഞ്ഞ് അശ്രദ്ധ മൂലം വണ്ടി ഓടിച്ചതിൻ്റെ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം 860 കാൽനട യാത്രക്കാരാണ് അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത്. 212-ലധികം യാത്രക്കാരും സീബ്ര ലൈനിലൂടെ മുറിച്ചു കടക്കുമ്പോൾ അപകടത്തിൽ മരിച്ചു. ജീവൻ നഷ്ടപ്പെട്ട കാൽനട യാത്രക്കാരിൽ 50% പേരും മുതിർന്ന പൗരന്മാരാണ്. ഇവരിൽ 80%-ലധികവും പ്രായമായവരാണെന്നും ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയമം കർശനമാക്കിയത്. സീബ്ര ലൈനിലൂടെ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകണമെന്നും അപകടം വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചെങ്കിലും നിയമലംഘനങ്ങൾക്ക് കുറവില്ല. ഡ്രൈവർമാർ ക്രോസ് ചെയ്യാൻ സീബ്ര ക്രോസിങ്ങിൽ ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കയറി പോട്ടെ എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് വാഹനം ഓടിക്കുന്നത്. അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ അവരെ ബോധവൽക്കരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ ആയിട്ട് നടന്നു പോകുന്ന ആളുകൾക്ക് സീബ്ര ക്രോസിംഗ് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ളത് മാത്രം മനസ്സിലാവുമ്പോഴാണ് ഈ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. സംസ്ഥാനത്തുടനീളം അപകടങ്ങളുടെ കണക്കും ഞെട്ടിക്കുന്നതാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അപകടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരും കൊല്ലത്തും കൊച്ചിയിലും കോഴിക്കോടും വാഹനാപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 40-ലും മുകളിലാണ്. അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണത്തിലും വൻ വർധനവാണുള്ളത്. ഗതാഗത നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. നിത്യവും ഒരു ജീവനെങ്കിലും റോഡിൽ പൊലിയുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. ഇതിലിനി എന്തു മാറ്റമാണ് കൊണ്ടുവരേണ്ടതെന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ആകാശ്, ന്യൂസ് മലയാളം.